Okay, our next topic is Kirchhoff's current law. Kirchhoff current law എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കൺസിഡർ എ നോഡ് marked over here 1. Consider this node 1 and please find the direction of current flowing from that node or towards that node. ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കറണ്ടുകളുണ്ട്? I1, I2, I3, I4 ആൻഡ് I5. ഓക്കെ, 5 കറണ്ടുകൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. ഇതിൽ ഡയറക്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോഡ് 1 നിന്ന് കറണ്ട് I1 പുറത്തോട്ടാണ് പോകുന്നത്. കറണ്ട് I1 ഈസ് ഫ്ലോയിങ് എവേ ഫ്രം നോഡ് 1. ഓക്കെ, ദാറ്റ് ഈസ് ഗോയിങ് outward. Similarly, the current I2 also flowing outward. Okay, I2 also going from node 1 outward. ഇനി I3യോ, I3യും നോഡ് 1 നിന്ന് പുറത്തോട്ട് പോകണോ. I4 ആണെങ്കിൽ വ്യത്യാസമുണ്ട്. I4 is the current flowing towards node 1 അല്ലേ, ഇൻവേർഡ് ആണ് I4 ഫ്ലോ ചെയ്യണത്. സിമിലർലി I5 അങ്ങനെ തന്നെയാണ്. I5 is the current flowing towards the node 1. ഓക്കെ, അപ്പോൾ എത്ര കറണ്ട് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അതിൽ I1, I2 and I3 are going outward, whereas I4 and I5, these two currents are flowing inward or towards the node. അപ്പോൾ കിർച്ചോഫ് കറണ്ട് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കമ്മിങ് ടുവേർഡ്സ് എ ജംഗ്ഷൻ, ഓക്കെ, അതിൻ്റെ സം എടുക്കുക. മീൻസ് സം ഓഫ് ദി കറണ്ട്സ് ഫ്ലോയിങ് ടുവേർഡ്സ് എ നോഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി കറണ്ട്സ് ഫ്ലോയിങ് എവേ ഫ്രം ദി നോഡ്. അതായത് ഒരു നോഡ് ഉണ്ടെങ്കിൽ ആ നോഡിലേക്ക് വരുന്ന കറണ്ടുകൾ, ഓക്കെ, അതിൻ്റെ സമ്മ് എടുക്കുക. ദാറ്റ് വിൽ ബി എക്സാക്ട്ലി സെയിം ആസ് ദി കറണ്ട് ഫ്ലോയിങ് എവേ ഫ്രം ദാറ്റ് നോഡ്. ഇപ്പോൾ I1, I2, I3 ഞാൻ പറഞ്ഞു ഫ്ലോയിങ് എവേ ഫ്രം ദി നോഡ്. അതിൻ്റെ സം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? I1 പ്ലസ് I2 പ്ലസ് I3. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദി കറണ്ട് ഫ്ലോയിങ് ടുവേർഡ്സ് എ നോഡ്. ഏതൊക്കെയാണ് ടുവേർഡ്സ് ദ നോഡ് എന്ന് പറഞ്ഞാൽ I4 ആൻഡ് I5. അതിൻ്റെ സം എന്ന് പറയുമ്പോൾ I4 പ്ലസ് I5. ഇതാണ് കിർച്ചോഫ് കറണ്ട് ലോ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾക്കൊരു എക്സാമ്പിൾ നോക്കാം കിർച്ചോഫ് കറണ്ട് ലോ വെച്ചിട്ടുള്ള. ഡിറ്റർമൈൻ ദി കറണ്ട് ഇൻ ഓൾ റെസിസ്റ്റേഴ്സ് ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് സർക്യൂട്ട്. ഒരു 50 ആംപിയർ കറണ്ട് ഉണ്ട്, കറണ്ട് സോഴ്സ്, 2 ohm റെസിസ്റ്റൻസ്, 1 ohm റെസിസ്റ്റൻസ്, 5 ohm റെസിസ്റ്റൻസ്. വി ഹാവ് ടു ഡിറ്റർമൈൻ ദി കറണ്ട് ഇൻ ഓൾ റെസിസ്റ്റേഴ്സ്. അതായത് എന്താണ് അപ്പോൾ കാണേണ്ടത്? കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ohm resistance, current flowing through 1 ohm resistance and that flowing through 5 ohm resistance. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, സൊല്യൂഷൻ. ആദ്യം തന്നെ നമ്മൾ ഈ സർക്യൂട്ട് ഒന്നും കൂടെ റീഡ്രോ ചെയ്യുക, കാരണം ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഗിവൺ ഈസ് ദിസ് സർക്യൂട്ട്. ലെറ്റ് us redraw it again and after that let us mark the current flowing through 2 ohm, 1 ohm and 5 ohm and then solve. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ ഇത് റീഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറണ്ട് മാർക്ക് ചെയ്യാം. ലെറ്റ് us mark the current flowing through 2 ohm resistance be I1 and the current flowing through 1 ohm resistance, let us take it as I2, and finally the current flowing through 5 ohm resistance, let us mark it as I3. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതിൽ കറണ്ട് 50 ആംപിയർ അല്ലേ, ദാറ്റ് ഈസ് ഗോയിങ് അപ്വേർഡ്, വെറാസ് ദി കറണ്ട്സ് I1 and I2 and I3, ദീസ് കറണ്ട്സ് ആർ ഫ്ലോയിങ് ഡൗൺവേർഡ്. ഓക്കെ, ഇത് നമുക്കൊരു നോഡ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഈ പോയിന്റും ഈ പോയിന്റിന് ഇടയ്ക്ക് ഒരു വയർ മാത്രമേ ഉള്ളൂ അല്ലേ. സിമിലർലി ഈ പോയിന്റിന് ഇടയ്ക്കും ഒരു വയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വയർ കട്ട് ചെയ്തിട്ടൊന്ന് റീഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതാ സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് 50 ആംപിയർ
കറണ്ട് സോഴ്സ് ഒരു പോയിന്റിലെത്തി, അതാണ് ഈ പോയിന്റ്. അവിടെ നിന്ന് I1 ഇങ്ങനെ ഒഴുകണു. ഓക്കെ, ഇനിയോ അവിടെ നിന്ന് തന്നെയാണ് ഇങ്ങനെ I2 പോകണം അല്ലേ, I2 പോകണു. അതായത് നമ്മൾ ഈ ടോപ്പിലെ പോയിന്റുകളെല്ലാം കൂടി കൂട്ടി ടൈ ചെയ്ത് വെച്ചു, കോമൺ നോഡായി. കാരണം ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ഇല്ലല്ലോ. സപ്പോസ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല, ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടി വയറ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കാം. ഇതെല്ലാം കൂടി കൂട്ടി ടൈ ചെയ്തു. ഓക്കെ, ഇത് 2 ohm റെസിസ്റ്റൻസ്, ഇതെന്താണ് 1 ohm റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഇത് 5 ohm റെസിസ്റ്റൻസ്. താഴെയും അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടി ഒറ്റ പോയിന്റിലേക്ക് ടൈ ചെയ്ത് വയ്ക്കാം അല്ലേ. അപ്പം മുകളിലാകെ ഇപ്പം എത്ര നോഡുള്ളൂ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ 2 നോഡ് ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റും എല്ലാം കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് us mark it this node as node A, and this is of course the reference node or ground എന്ന് പറയാം അല്ലേ. നമുക്ക് അതിനെ B എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വോൾട്ടേജ് അക്രോസ് ദ നോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോഡ് എക്കും റെഫറൻസ് നോഡിന് ഇടയ്ക്കുള്ള വോൾട്ടേജ് VAB, അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻസ് നോക്കുക. 50 ആംപിയർ അപ്വേർഡ് പോകണം. പിന്നെ I1 എന്ന് പറഞ്ഞ കറണ്ട് നോഡ് എന്ന് താഴേക്ക് പോകണം. അതുപോലെ തന്നെ I2 ഡൗൺവേഡ് പോകണം, I3 ഡൗൺവേഡ് പോകണം. നമ്മൾ അസ്യൂം ചെയ്തതാണ്, ഈ കറണ്ട് ഡയറക്ഷൻസ് തന്നിട്ടില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾക്ക് കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ KCLൻ്റെ ഫിഗർ പോലെയായി അല്ലേ. ഓക്കെ, ഇതിൽ സം ഓഫ് ദി കറണ്ട് കമ്മിങ് ടുവേർഡ്സ് നോഡ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര കറണ്ട് ഉണ്ട്? ആകെ ഒരെണ്ണമുള്ളൂ, 50 ആംപിയർ, ഈക്വൽ ടു സം ഓഫ് ദി കറണ്ട്സ് ഗോയിങ് എവേ ഫ്രം ദി നോഡ് എ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? I1 ഉണ്ട്, I2 നോഡിൽ നിന്ന് പുറത്തോട്ട് പോയാണ്, അതുപോലെ തന്നെ I3 നോഡിൽ നിന്ന് പുറത്തോട്ട് പോകണം. അപ്പോൾ സം ഓഫ് ദി കറണ്ട്സ് എന്ന് പറയുമ്പോൾ എന്ത് എഴുതും? I1 പ്ലസ് I2 പുറത്തോട്ടാണ്, അതുപോലെ തന്നെ I3 പുറത്തോട്ടാണ്. അപ്പോൾ സം എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് KCL എന്ന് പറയുന്നത് അല്ലേ. ബൈ കിർച്ചോഫ് കറണ്ട് ലോ വി ക്യാൻ സേ ദാറ്റ് 50 ആംപിയർ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ R, 2 ohm, 1 ohm, 5 ohm. I1 കാണണം, I2 കാണണം, I3 കാണണം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് കാണണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഇവിടെ നോഡ് എ റെഫറൻസ് നോഡ് ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് അക്രോസ് ദീസ് 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ഇതിന് അക്രോസ് ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ VAB എന്ന് എടുക്കാം. VAB, ലെറ്റ് VAB ദി വോൾട്ടേജ് അക്രോസ് നോഡ് എ ആൻഡ് നോഡ് ബി. ഓക്കെ, പിന്നെ ഒരു കാര്യം സർക്യൂട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ 2 ohm റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഇൻ പാരലൽ വിത്ത് 1 ohm റെസിസ്റ്റൻസ്, വിച്ച് ഈസ് ഓൾസോ ഇൻ പാരലൽ വിത്ത് 5 ohm റെസിസ്റ്റൻസ്. ഓൾ ടുഗദർ വി ക്യാൻ സേ ദാറ്റ് 5 ohm resistance, 1 ohm resistance and 2 ohm resistance all are parallel to each other. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം കൂടി അറിയാം, പാരലൽ സർക്യൂട്ടിൽ എന്ത് സെയിം ആയിരിക്കും? വോൾട്ടേജ് സെയിം ആയിരിക്കും. ആ വോൾട്ടേജിൻ്റെ പേരെന്താണ്? വോൾട്ടേജാണ് VAB. VAB is the voltage across the node A and the data node or reference node B. Okay, VAB. അപ്പോൾ VAB എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എക്സാക്ട്ലി സെയിം ആസ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 2 ohm റെസിസ്റ്റൻസ്. പിന്നെ 1 ohm റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? അതും VAB തന്നെയായിരിക്കും. അതുപോലെ തന്നെ 5 ohm റെസിസ്റ്റൻസ്, 5 ohm റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള മീൻസ് ഇവിടെ ഉണ്ടാവുന്നത് മീൻസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് 5 ohm റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? VAB ഇറ്റ് സെൽഫ്. മീൻസ് ഇതെല്ലാം കോമൺ പോയിന്റ് ആണല്ലോ. പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് ഒന്നുകൂടി പറയാം, 2 ohm റെസിസ്റ്റൻസിന് അക്രോസ് ഉണ്ടാവുന്ന ഡ്രോപ്പും 1 ohm റെസിസ്റ്റൻസിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പും 5 ohm റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പും മീൻസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ്
5 ohm, 1 ohm and 2 ohm. All will be same since these three resistance are connected parallel to each other. ഈ മൂന്ന് റെസിസ്റ്റൻസും പാരലൽ ആയതുകൊണ്ട് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 1 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 5 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എല്ലാം സെയിം ആയിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്നത് എന്ത് പേരിലാണ്? VAB. Now let us replace the currents I1, I2 and I3 with the corresponding voltages and resistance. Means let us replace I1 in terms of voltage and resistance. കറണ്ട് I2നെ നമുക്ക് വോൾട്ടേജിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ ടൈമിൽ എഴുതാം, I3നെ അതുപോലെ തന്നെ മാറ്റി എഴുതാം. എങ്ങനെ? നമ്മൾക്കറിയാം ബൈ ഓംസ് ലോ we can say that V equal to IR, അല്ലേ? all of you agree with that. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് is equal to simply current into resistance. Therefore what will be I? R LHS ഉണ്ടായാലും V by R എന്നായി, അല്ലേ? ഓക്കെ, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംസ് ലോയിൽ നിന്ന് നമുക്ക് അറിയാം V by R ആണ്. ഓക്കെ, then what will be I1 in our case? I1 എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റൻസ് 2 ഓം റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടാണ് I1. അങ്ങനെയാണെങ്കിൽ നമുക്ക് I1നെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? V by R വെച്ച് റീപ്ലേസ് ചെയ്യാം, അല്ലേ? R എന്താണ്? I1 എന്ന് പറഞ്ഞാൽ I1ലെ R എന്തായിരിക്കും? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് റെസിസ്റ്റൻസ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 2. വോൾട്ടേജ് എന്താണ് നമ്മൾ പറഞ്ഞു? VAB ആണ് ഈ 2 ഓമിന് ക്രോസ് ഉള്ളതും നമ്മുടെ 1 ഓമിന് ക്രോസ് ഉള്ളതും 5 ഓമിന് ക്രോസ് ഉള്ളതും. അപ്പം നമുക്ക് I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എഴുതാം? VAB by 2, അല്ലേ? I2 എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ വോൾട്ടേജ് ഓംസ് ലോ ആണ് ഈ പറയുന്നത്. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? VAB. ഈ പോയിന്റിൽ VAB. ഓക്കെ, VAB ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? I2 പോണത് 1 ഓം റെസിസ്റ്റൻസ് കൂടെ, അപ്പോൾ 1 ഓം. ആൻഡ് ഫൈനലി I3 എന്ന് പറഞ്ഞാൽ എന്താണ്? I3 എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ 5 ഓം റെസിസ്റ്റൻസ്. അതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? VAB തന്നെ. VAB ബൈ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് 5 ഓം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നൗ വി ആർ ഗോയിങ് ടു റീപ്ലേസ് I1, I2 and I3 with the corresponding voltage and resistances. That is 50 ampere is equal to I1നെ പകരം എന്ത് എഴുതാം? I1 is the current flowing through this resistance. ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ കണ്ടു, VAB ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2 ഓം പ്ലസ് ഈ പ്ലസ് ഇവിടെ എഴുതി. ഇനി I2 എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ 1 ഓം റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VAB ബൈ 1 ഓം. പിന്നെ നെക്സ്റ്റ് പ്ലസ് എഴുതി. I3 എന്ന് പറഞ്ഞാൽ 5 ഓമിൽ കൂടി ഒഴുകുന്ന കറണ്ട്. 5 ഓമിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് എന്താണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്? VAB, അല്ലേ? VAB തന്നെയാണ്, പാരലൽ ആയതുകൊണ്ട് ഓൾറെഡി പറഞ്ഞതാ. VAB ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5. സോറി, ഇവിടെ ഒരു ഓമാണ്. ഓക്കെ, നൗ വാട്ട് വി ആർ ഗോയിങ് ടു do is, here VAB is common in the RHS side. Okay, right hand side VAB common ആണ്. Let us take the common term outside, VAB. Then we have to put a bracket here. Okay, first term in VAB പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? റിമൈനിങ് തിങ് ഇൻ ദി ന്യൂമറേറ്റർ is simply 1 divided by 2. For the sake of convenience, let us avoid this ohm symbol. Okay, then plus, already we have taken VAB outside, then the remaining thing is 1 divided by 1 plus, here we got it as 5. Okay, VAB നമ്മളിത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കിട്ടുന്നത് 1/2
2.5, this one 1/5 എന്ന് പറയുമ്പോൾ 0.2, which is equal to VAB into ഇത് ആഡ് ചെയ്യാം. ഓക്കെ, 1.7. ദെൻ LHSൽ 50 ആംപിയർ, 50 VAB into 1.7 ഉണ്ട്. Therefore എന്തായിരിക്കും VAB എന്ന് പറഞ്ഞാൽ 50/1.7, that is equal to 29.41 volts. ഇതാണ് VAB എന്ന് പറഞ്ഞാൽ. VAB എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് നോഡ് എ ആൻഡ് ദി റെഫറൻസ് നോഡ് ബി. അത് തന്നെയാണ് VAB എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 2 ohms 1 ohms 5 ohms. അപ്പോൾ നമ്മൾക്ക് അത് കിട്ടി. ഇനിയപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദി കറൻറ്റ്സ് ഇൻ ഓൾ റെസിസ്റ്റേഴ്സ്. വോൾട്ടേജ് കിട്ടി, വോൾട്ടേജ് അക്രോസ് 2 ohm റെസിസ്റ്റൻസ് കിട്ടി, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 1 ohm കിട്ടി, 5 ohm കിട്ടി. വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. എങ്ങനെ? ഓംസിൽ വെച്ചിട്ട്. കാരണം എന്താണ്? വി നോ ദി റെസിസ്റ്റൻസ് അല്ലേ? റെസിസ്റ്റൻസ് 2 ohms 1 ohms 5 ohms ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ വോൾട്ടേജ് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അത് കിട്ടിയത് 29.41. വോൾട്ടേജ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കറണ്ട് എങ്ങനെ കാണാം? സിംപ്ലി കറണ്ട് is equal to voltage by resistance by Ohm's law. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. നോക്കാം. നമുക്ക് വോൾട്ടേജ് VAB is equal to 29.41 എന്ന് കിട്ടി. That is equal to voltage across 2 ohm resistance അല്ലേ? Next we have to find I1. I1 എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഓംസ് ലോ വി ക്യാൻ V is equal to IR by Ohm's law. Then what will be I? It is equal to simply V by R. So I1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാം? V1 by R1. What is V1? V1 എന്ന് പറഞ്ഞാൽ VAB itself അല്ലേ? VAB divided by what is R1 corresponding resistance എത്രയാണ്? 2 ohm. ഓക്കെ, by 2 എടുക്കുക. What is VAB? VAB is equal to 29.41 divided by 2. That will be the corresponding current, that is 14.70 unit ampere. Okay, ഒരു കറണ്ട് കിട്ടി. Similarly, I2 is equal to V2 divided by R2. What is V2 here? V2 എന്ന് പറഞ്ഞാൽ VAB itself divided by R2 എന്ന് പറഞ്ഞാൽ എന്താണ്? I2 എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റൻസ് 1 ohm. So corresponding resistance is equal to 1. What is VAB? VAB is equal to 29.41 divided by 1 is equal to 29.41 ampere. Okay, similarly I3 എന്ന് പറഞ്ഞാൽ എന്താണ്? That is V3 divided by R3. V3 is equal to VAB divided by R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ 5 ohm അല്ലേ? R3 is equal to 5. That is equal to VAB എന്ന് പറഞ്ഞാൽ 29.41 divided by 5. That is equal to 5.88 ampere. So what we obtained is current flowing through first resistance 2 ohm അല്ലേ? കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ohm resistance എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? That is equal to 70 ampere. I2 is equal to 29.41 ampere and I3 is equal to 5.88 ampere. That is the required solution. Okay, thank you.